ഗുരുപാരമ്പര്യേഭ്യോ നമ. പ്രിയ സജ്ജനങ്ങൾക്ക് ശ്രീ മഹാദേവ ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മീനൻ രാശിയിലെ ശനിയുടെ രാശിപ്പകർച്ചയും അതുമൂലമുള്ള ശനിയുടെ ചാരഫലവുമാണ്. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വൃശ്ചികക്കൂറിൻ്റെ ഫലമാണ്. വൃശ്ചികൻ രാശിക്ക് 5-ൽ സഞ്ചരിക്കുന്നതായ ശനിയുടെ വിശാഖത്തിൽ കാല് അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 5-ൽ ശനി സഞ്ചരിക്കുന്ന കാലം സർവൈസ്യാൽക്കലഹോ നിജാത്മജവിയോഗോ അർക്കാത്മജേ പുത്രകേ. ഇതാണ് പ്രശ്നമാർഗാചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം. പുത്രനാൽ ദുഃഖം ഉണ്ടാവുക, ഉന്മാദം, മാനസിക ദുഃഖം ഇവയൊക്കെ ഉണ്ടാവും. ഉന്മാദരോഗം അതിൻ്റെ അവസ്ഥകളൊക്കെ കാണിക്കും. ബുദ്ധികൾക്ക് വിപരീതമായി പ്രവർത്തിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവും. പിന്നെ ചില പ്രവർത്തികളൊക്കെ സൽഫലമായിരിക്കില്ല നൽകുക, പ്രവൃത്തിയുടെ ഫലം മോശമാവും. പിന്നെ ധനനഷ്ടം ഉണ്ടാവും. കൂട്ടു ബിസിനസ്സുകൾക്കൊക്കെ ചില തർക്കങ്ങളും അതുമൂലം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അവിടെയും കുറച്ച് ധനനാശങ്ങളോ എന്തെങ്കിലും ഒരു സർക്കാരിൽ നിന്നൊരു നിയന്ത്രണമോ ഒരു സ്റ്റേ പോലെയുള്ള അവസ്ഥകളൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഈ നഷ്ടം മൂലം മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാവും, കടം വർദ്ധിക്കും. ഈ പൂർവികമായതും പാരമ്പര്യമായ ചില ധർമ്മപ്രവർത്തികൾക്കൊക്കെ ഇക്കാലത്ത് ചില കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടാകാം. ഈ ഉപാസനകൾ, ചില മന്ത്രങ്ങൾ, ദീക്ഷകൾ ഇവയൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ വിപരീത ഫലം, അതൊക്കെ പിഴയ്ക്കുക, അതിനൊക്കെ ചില വൈകല്യമൊക്കെ ഉണ്ടായിട്ട് അതിൽ നിന്നൊക്കെ ദോഷം അനുഭവിക്കുക. പിന്നെ ഇവർക്ക് ഇക്കാലയളവിൽ ലഹരിയൊക്കെ ഉപയോഗിക്കാനുള്ള യോഗമൊക്കെ ഉണ്ടാവും. ലഹരി വസ്തുക്കളോടൊക്കെ താല്പര്യമുണ്ടാവും. ഇവരുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്ക് നാശം ഉണ്ടാവും. ഭാര്യയ്ക്കും സന്താനങ്ങൾക്കുമൊക്കെ ദുഃഖവും ദോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. പൊതുവെ വൃശ്ചികക്കൂറിന് അത്ര നല്ല ഫലമല്ല. ഇവർ ഭഗവതിയെ, ഭദ്രകാളിയെ നന്നായിട്ട് വേണ്ട പോലെ കാണുകയും വഴിപാട് കഴിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇവർ ശിവനെയും നന്നായി പ്രാർത്ഥിക്കേണ്ട ആൾക്കാരാണ് ഈ വരുന്ന 2.5 വർഷക്കാലം. നമസ്തേ.